സീതാനിലയം. ലവകുശന്മാരെ പ്രസവിച്ച ശേഷം സീതാദേവി താമസിച്ചിരുന്ന സ്ഥലം. ശ്രീരാമദേവനും ലവകുശന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് വാൽമീകി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം യുദ്ധസമയം മാറിക്കിട്ടാൻ സീതാദേവി ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. ലവകുശന്മാരുടെ തൊട്ടിലുകൾ വച്ച സ്ഥലമാണ് ഇത് അക്ഷയപാത്രം വെച്ച സ്ഥലം. ഇതെല്ലാം നശിച്ചു പോവാതിരിക്കാൻ ഹനുമാൻ പാറയുടെ ഉള്ളിൽ വച്ചു എന്നാണ് വിശ്വാസം. And this one has Sindura Bharani. Sita fingerprint is there. Look at came to here, madam. Sita take to Sindura. You look at madam, mud pot. Mud pot. And another one you observe. പാറയുടെ ഉള്ളിൽ ഹനുമാൻ ഒളിപ്പിച്ച പാത്രങ്ങളുടെ ശബ്ദമാണത്രേ ഇത്. ലവകുശന്മാർക്ക് പാല് കൊടുക്കുന്ന ഗോകർണ പാത്രം കണ്ടില്ലേ, തൊട്ടില് എല്ലാം അക്ഷയപാത്രം എല്ലാം ഹനുമാൻ അത് കഴിഞ്ഞ് പാറയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ടു. ഇത് സീതാദേവി വസ്ത്രം അലക്കിയിരുന്ന കുളം. മൺവിളക്ക് ഇവിടെ വെച്ച് വൈകുന്നേരങ്ങളിലാണത്രേ വസ്ത്രം അലക്കിയിരുന്നത്. സീതാദേവി കുളിച്ചിരുന്ന സ്ഥലം ഇവിടെ ഉറക്കെ വെച്ചെടുത്ത പ്രതിധ്വനി വരും. ജയ് ശ്രീരാം. ലക്ഷ്മണ തീർത്ഥം. സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കാനായി ഇവിടെ വന്ന ലക്ഷ്മണൻ ദേവിക്ക് വെള്ളത്തിനായി പാതാളഗംഗയെ പ്രാർത്ഥിച്ച് അമ്പ് തൊടുത്തു. അപ്പോൾ രൂപപ്പെട്ടതാണത്രേ ഈ ലക്ഷ്മണ തീർത്ഥം. അമ്പ് തൊടുത്തു വന്നതിനാൽ ഇതിനെ ധനുഷ്കോടി എന്നും പാതാളത്തിൽ നിന്ന് വന്നതിന് പാതാളഗംഗ എന്നും പേരുണ്ട്. ഒരിക്കലും പറ്റാറില്ലത്രേ ഈ തീർത്ഥം. ലവകുശന്മാര് കളിച്ച കളിയാണെന്നാ പറയണ. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്ഥലമായി. എല്ലാവരും വന്നോളൂ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ.